Hi all, welcome back to my channel. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ക്ലാസ് 12ലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഫോർമേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, കൺസിഡർ ദി ഇക്വേഷൻ ഓഫ് എ ഫാമിലി ഓഫ് കർവ്സ് ടു ഫോം ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദിസ് ഫാമിലി കണ്ടെയ്നിങ് ആർബിട്രറി കോൺസ്റ്റൻറ്റ്സ്. ദ ഗിവൺ ഇക്വേഷൻ is differentiated successively as many times as the number of arbitrary constants, then eliminating these arbitrary constants from these equations to get the differential equations. വലിയ സെൻറ്റൻസ് ഒന്നും കണ്ട് പേടിക്കണ്ട, ഇത്രയേ ഉള്ളൂ. നമുക്ക് ചിലപ്പോൾ 2-3 ഇക്വേഷൻസോ അല്ലെങ്കിൽ ഇക്വേഷൻസോ അല്ലെങ്കിൽ ഒരു കർവിൻ്റെ ഇക്വേഷൻ എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ തന്നിട്ടുള്ള ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എന്തിനനുസരിച്ച്? ആ ഇക്വേഷനിൽ എത്ര ആർബിട്രറി കോൺസ്റ്റൻറ്റുകളുണ്ടോ, ഇപ്പോൾ ചിലപ്പോൾ ഒരെണ്ണം ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 2 ഉണ്ടാവും. അപ്പോൾ എത്ര ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടോ അത്രയും തവണ ആ ഇക്വേഷനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അവസാനം എന്ത് ചെയ്യണം? ആ ആർബിട്രറി കോൺസ്റ്റൻസിനെയൊക്കെ എലിമിനേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന സാധനമായിരിക്കും എന്ത്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓരോ പ്രോബ്ലം ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്ക് ഓരോ പ്രോബ്ലമായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യമാണിത്. ഫോം ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെപ്രസെൻറ്റിംഗ് ദ ഫാമിലി ഓഫ് കർവ്സ് y ഈക്വൽ ടു mx where m is the arbitrary constants. അപ്പം ഫാമിലി ഓഫ് കർവ്സിൻ്റെ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. y ഈക്വൽ ടു mx, അതിൽ m എന്ന് പറയുന്നത് ഒരു ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇക്വേഷനകത്ത് ഒരൊറ്റ ആർബിട്രറി കോൺസ്റ്റൻ്റേ ഉള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് ഒരേ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ അത് നമുക്ക് തന്നിട്ടുള്ളതെന്ന് എടുത്തെഴുതാം. y ഈക്വൽ ടു mx, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഇനി നമുക്കിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് dy/dx is equal to mxൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? m അല്ലേ? m കോൺസ്റ്റൻ്റ് ആണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്നും വിളിക്കാം. ഓക്കെ, ഇനി നമ്മളിത് ഈ എമ്മിന് പകരം നമുക്ക് കിട്ടിയ ഈ വാല്യൂവിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് m, സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് m ഇൻ ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് എങ്ങനെ മാറും? y is equal to dy/dx into x. ഇതായിരിക്കും നമ്മളുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ദിസ് ഇസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? തന്നിട്ടുള്ള y ഈക്വൽ ടു mx എന്നും പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ളതിൽ ഒരൊറ്റ ആർബിട്രറി കോൺസ്റ്റൻ്റേ ഉള്ളൂ. അപ്പോൾ അതിനെ നമുക്ക് ഒരേ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. എന്നിട്ട് എന്താ ഏറ്റവും ലാസ്റ്റ് പറയുന്നുണ്ട്, എന്താണ്? ആർബിട്രറി കോൺസ്റ്റൻറ്റുകളെ എലിമിനേറ്റ് ചെയ്യണമെന്ന് ഇതിൽ പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ കണ്ടുപിടിച്ച ആ എമ്മിൻ്റെ വാല്യൂവിനെ ആ സ്ഥാനത്തേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആർബിട്രറി കോൺസ്റ്റൻറ്റിനെ എലിമിനേറ്റും ചെയ്തു, നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടുകയും ചെയ്തു. ഓക്കെ ആണോ? ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യമാണ്. Find the differential equation of the family of curves y equal to a e raised to bx where a and b are arbitrary constants. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഫാമിലി ഓഫ് കർവ്സ് y ഈക്വൽ ടു a e raised to bx. അതിൽ 2 ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ട്, എയും ബിയും. ഓക്കെ, അപ്പോൾ 2 ആർബിട്രറി കോൺസ്റ്റൻസ് ഉള്ളത് കൊണ്ട് നമുക്കിതിനെ 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നിട്ടുള്ള ഈ ഇക്വേഷൻ ഒന്ന് എടുത്തെഴുതാം. അപ്പോൾ y is equal to a e raised to bx. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? വൈയുടെ ഡെറിവേറ്റീവ് dy/dx ഈക്വൽ ടു എ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ a ഇൻറ്റു ഇ റേസ് ടു ബി എക്സിൻ്റെ ഡെറിവേറ്റീവ്, ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെ. അപ്പോൾ അതേ ഫോർമാറ്റിൽ കിടക്കുന്ന ഇ റേസ് ടു ബി എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു ബി എക്സ് തന്നെ ഇൻറ്റു ബി എക്സിൻ്റെ ഡെറിവേറ്റീവ് ബി. ഓക്കെ, ഇനി നമ്മൾ ഇതിലോട്ട് എ ഇ റേസ് ടു ബി എക്സിന് പകരം നമുക്ക് ഈ വൈ എന്ന് ഇട്ട് കൊടുക്കാമല്ലോ അല്ലേ? വൈ ഈക്വൽ ടു എ ഇ റേസ് ടു ബി എക്സ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിന് പകരം നമ്മൾ ഈ വൈനെ ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? dy/dx ഈക്വൽ ടു വൈ ഇൻറ്റു ബി എന്ന് വരും. ഇനി ഇതിൽ നിന്ന് ഞാൻ ബിക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ പോവാം. അപ്പം ഈ വൈനെ നേരെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്താൽ മതി. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഇതിലെ ആർബിട്രറി കോൺസ്റ്റൻസിനെ എലിമിനേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ബിക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കും. അപ്പോൾ അതിന് മുന്നേ ഈ ഇക്വേഷന് നമ്മളിവിടെ ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്നാണ് കൊടുക്കുന്നത്. ഇക്വേഷൻ നമ്പർ 1 ഇപ്പോൾ കണ്ടുപിടിച്ച് ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഞാൻ ബിക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കുവാണ്. അപ്പോൾ വൈന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? dy/dx ബൈ വൈ ഈക്വൽ ടു ബി എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ചെയ്യുന്നത് ഇക്വേഷൻ നമ്പർ 2വിനെ നമ്മൾ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഡിഫറൻഷ്യേറ്റ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ dy/dxൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? d²y/dx² ഈക്വൽ ടു വൈയുടെ ഡെറിവേറ്റീവ് ബി ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ബി ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് dy/dx. ഇപ്പോൾ എന്തിനാണ് അവിടെ ബിക്ക് ഒരു വാല്യൂ കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായോ? നമ്മൾ ഈ കണ്ടുപിടിച്ച് വെച്ച ബിയുടെ വാല്യൂ നമ്മൾ നേരെ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുകയാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിക്കാം.
കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ബി ഇൻ ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ ബിയുടെ വാല്യൂ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോകുക. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? d²y/dx² = അപ്പോൾ ബിയുടെ വാല്യൂ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ എന്താ വരുന്നത്? dy/dx/y ഇൻറ്റു പിന്നെ എന്താ ഇവിടെ ഉള്ളത്? ഒരു dy/dx കൂടെ ഉണ്ടല്ലേ, ഇൻറ്റു dy/dx. ഓക്കെ, ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന വൈന് നേരെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? y ഇൻറ്റു d²y/dx² = റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഇതിനെ രണ്ടിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? dy/dx² എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഇനി ഈ dy/dx² നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ എന്താ വരുന്നത്? y ഇൻറ്റു d²y/dx² മൈനസ് dy/dx² = 0. ഇതായിരിക്കും നമ്മളുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ നമുക്കിതിൽ രണ്ട് ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടായിരുന്നു, എയും ബിയും. അതുകൊണ്ട് നമ്മളിതിനെ 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ആ ഡിഫറൻഷ്യേറ്റ് ചെയ്തതിന് നമ്മൾ എന്ത് ചെയ്തു? അതിൽ നിന്ന് ആർബിട്രറി കോൺസ്റ്റൻറ്റ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ബി വാല്യൂ കണ്ടുപിടിച്ച് അതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. നമ്മൾ ഫൈനൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്തു. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ നമ്മളുടെ മെത്തേഡ്. എത്ര ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടോ അത്രയും പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതിൽ എന്നിട്ടും ആർബിട്രറി കോൺസ്റ്റൻസ് റിമെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഇതുപോലുള്ള വാല്യൂസ് കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്തൊരു ചോദ്യമാണിത്. ഫോം ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കറസ്പോണ്ടിങ് ടു ദ ഫംഗ്ഷൻ x/a + y/b = 1. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഒരു ഫംഗ്ഷൻ്റെ ഒരു ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. ഇതിനകത്ത് 2 ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ട്, എയും ബിയും. അപ്പോൾ നമുക്കിതിനെ 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഫോമിലേക്ക് ഇതിനെ ഒന്ന് മാറ്റണം. അപ്പോൾ ആദ്യം തന്നിട്ടുള്ള ഇക്വേഷൻ ഒന്ന് എടുത്തെഴുതാം. x/a + y/b = 1. അപ്പോൾ ഞാനതിൽ ചെയ്യാൻ പോകുന്നത് എനെയും ബിനെയും, അതായത് എ ബി കൊണ്ട് ഈ ഇക്വേഷനെ ത്രൂ ഔട്ടായിട്ട് നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മൾട്ടിപ്ലൈയിങ് ബൈ എ ബി. അപ്പോൾ ഇതിനെ ത്രൂ ഔട്ടായിട്ട് നമ്മളൊരു എ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പോവുക. അപ്പോൾ എന്താ വരുന്നത്? x/a ഇൻറ്റു എ ബി പ്ലസ് y/b ഇൻറ്റു എ ബി = 1 ഇൻറ്റു എ ബി എന്ന് പറയുന്നത് എ ബി തന്നെ. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ എയും ക്യാൻസലായി പോകും. അതുപോലെ തന്നെ ഈ ബിയും ക്യാൻസലായി പോകും. ബാക്കി എന്താ ഉള്ളത്? bx + ay = ab എന്ന് കിട്ടും അല്ലേ? bx + ay = ab. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് പോവുക. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം ബി ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ b ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് ഇവിടെ എ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ a ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് dy/dx = a ബിയുടെ ഡെറിവേറ്റീവ് എന്താ? 0, കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ നിന്ന് dy/dx വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് ഈ ബീനെ ആദ്യം നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്താ വരുന്നത്? a ഇൻറ്റു dy/dx = ഈ ബി ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് -b ആയിട്ട് മാറും. ഇനി ഈ എനെയും കൂടെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ dy/dx = -b/a എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. ഇനി ഇതിനെ നമ്മൾ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് പോകുകയാണ്. അപ്പോൾ അഗെയിൻ ഡിഫറൻഷ്യേറ്റ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുവാണ്. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? dy/dxൻ്റെ ഡെറിവേറ്റീവ് d²y/dx² = -b/a അല്ലേ ഇവിടെ കിടക്കുന്നത്? ഒരു കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും വരുന്നത്? 0 ആയിരിക്കും വരുന്നത്. കണ്ടോ? d²y/dx² = 0 ഇസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമ്മൾ 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റും ചെയ്തു, ആർബിട്രറി കോൺസ്റ്റൻറ്റുകളെ എലിമിനേറ്റ് ചെയ്യുകയും ചെയ്തു. ഓക്കെ അല്ലേ? വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഫോർമേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ 3 പ്രോബ്ലംസ് നോക്കിയായിരുന്നു. അപ്പോൾ അതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്